വൃദ്ധനായ ഒരു പിതാവ് പരാതിയുമായി കോടതിയെ സമീപിച്ചു. ജഡ്ജി ചോദിച്ചു, ആർക്കെതിരെയാണ് നിങ്ങളുടെ പരാതി? എൻ്റെ മകനെതിരെയാണ്. ആട്ടെ, എന്താണ് പരാതി? ആ പിതാവ് പറഞ്ഞു, എൻ്റെ മകൻ അവൻ്റെ കഴിവനുസരിച്ച് മാസത്തിലൊരിക്കലെങ്കിലും ചെലവിന് തന്നിരിക്കണം. ജഡ്ജി പറഞ്ഞു, തീർത്തും നിങ്ങളുടെ ആവശ്യം ന്യായമാണല്ലോ. ആ പിതാവ് ഇങ്ങനെ പറഞ്ഞു തുടങ്ങി, ബഹുമാനപ്പെട്ട കോടതി, ഞാൻ ധനികനാണ്. എൻ്റെ മകൻ്റെ സമ്പത്ത് കിട്ടിയിട്ട് വേണ്ട എനിക്ക് ജീവിക്കാൻ. എന്നാലും അവൻ എനിക്ക് ചെലവിന് തന്നിരിക്കണം. കോടതി അത്ഭുതത്തോടെയാണ് ഈ വിചിത്രവാദം കേട്ടത്. തുടർന്ന് മകൻ്റെ പേരും വിലാസവും ജഡ്ജി എഴുതിയെടുത്ത് മകനെ എത്രയും പെട്ടെന്ന് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. പിതാവും മകനും ഹാജരായി. മകനിലേക്ക് തിരിഞ്ഞ് ജഡ്ജി ചോദിച്ചു, ഇത് നിന്റെ പിതാവാണോ? അതെ, അദ്ദേഹം എൻ്റെ പിതാവാണ്. ഈ പിതാവ് നിങ്ങൾക്കെതിരെ ഒരു പരാതി സമർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നിങ്ങൾ ചെലവിന് നൽകുന്നില്ലെന്നാണ് ആ പരാതി. മകൻ പറഞ്ഞു, എൻ്റെ പിതാവിന് ഞാൻ എന്തിനു നൽകണം? അദ്ദേഹത്തിൻ്റെ കൈവശം ധാരാളം സമ്പത്തുണ്ടല്ലോ. ജഡ്ജി പറഞ്ഞു, ഇത് നിങ്ങളുടെ പിതാവിന് ന്യായമായും കിട്ടേണ്ട അവകാശമാണ്. അന്നേരം ആ പിതാവ് ഇടപെട്ടു, ബഹുമാനപ്പെട്ട കോടതി, എൻ്റെ മകൻ മാസത്തിലൊരിക്കൽ ഒരു ദീനാറെങ്കിലും നൽകണം എന്ന് അങ്ങ് ഉത്തരവിട്ടാൽ ഞാൻ സന്തുഷ്ടനാകും. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. ഒരു ദിവസം പോലും മുടങ്ങാതെ തീരുമാനിക്കപ്പെട്ട ഡേറ്റിന് കൃത്യമായി ആ പണം അവൻ തന്നിരിക്കണം. തർക്ക വിതർക്കങ്ങൾക്കൊടുവിൽ ജഡ്ജി വിധി വായിച്ചു. ഇന്നാലിന്നയാൾ തന്റെ പിതാവിന്റെ കൈവശം എല്ലാ മാസവും 3-ാം തീയതി മുടങ്ങാതെ ഒരു ദീനാർ വീതം നൽകിയിരിക്കണം. കോടതി പിരിഞ്ഞൊഴിയും മുമ്പ് ജഡ്ജി ആശ്ചര്യത്തോടെ പിതാവിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇത്ര നിസ്സാരമായ ഒരു ദീനാർ മകനിൽ നിന്നും കിട്ടിയിരിക്കണമെന്ന് വാശി പിടിച്ചത്? ആ പിതാവ് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ മകൻ മുഴുവൻ സമയം ജോലിയിൽ വ്യാപൃതനാണ്, കൂടെ ബിസിയുമാണ്. ഒന്ന് ഫോണിൽ വിളിച്ചെങ്കിലും എന്നെ അന്വേഷിക്കാൻ അവന് സമയം കിട്ടുന്നില്ല. എനിക്കാവട്ടെ അവനെ കാണാതിരിക്കാനും മിണ്ടാതിരിക്കാനും ആവുന്നില്ല. ഈ കോടതി വിധി നിലവിൽ വന്നാൽ മാസത്തിലൊരിക്കലെങ്കിലും എൻ്റെ മകനെ എനിക്ക് കാണാമല്ലോ. ഇതൊരു ചെറു കഥയാണ്, ഗുണപാഠങ്ങളേറെയുള്ള കഥ. തിരക്ക് പിടിച്ച ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെയൊക്കെ മാതാപിതാക്കൾ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു മിനിറ്റെങ്കിലും ദൈർഘ്യമുള്ള ഒരു കോളായിരിക്കും. ഉമ്മ, ഉപ്പ, എന്തൊക്കെ വിശേഷം എന്ന് മാത്രം അന്വേഷിച്ചാൽ മതിയാകും അവരുടെ മുഖത്തെ പുഞ്ചിരി വിടരാൻ. അവരുള്ള കാലം ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്യാം. അവർ പോകുമ്പോഴേ ആ ശൂന്യത പലപ്പോഴും പലർക്കും ബോധ്യമാകും. അള്ളാഹു നമ്മുടെയൊക്കെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ.